ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാരശിവ ഗംഗേ തുടിയിൽ പുണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി നടന മണ്ഡപം തുറന്നു ഗംഗേ മാംഗല്യമണികുങ്കുമം നിനക്കാൽ മാലിയ സന്ധ്യയൊരുക്കി മാംഗല്യമണികുങ്കുമം നിനക്കാൽ മാലിയ സന്ധ്യയൊരുക്കി കാർക്കൂന്തൽ ചുരുളിലലിയ വരവാർത്തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗ ശ്രുതിയിലലിയമൊരു വരമൊഴി പാർവതി നീ കാർക്കൂന്തൽ ചുരുളിലലിയ വരവാർത്തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗ ശ്രുതിയിലലിയുമൊരു വരമൊഴി പാർവതി നീ പൂനിലാവിലാടുമരളിമരം പോലെ ഗംഗേ തുടിയിൽ പുണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി നടന മണ്ഡപം തുറന്നു ഗംഗേ ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂടു പിന്നിൽ വെടിഞ്ഞു ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂടു പിന്നിൽ വെടിഞ്ഞു നിൻപാട്ടിൽ പ്രണയമഴയിലൊരു വെൺകാവായി ചിറകു കുടയുമിരു പൊൻതൂവൽ പകലിലെരിയുമൊരു കനവിനു കാവലുമായി നിൻപാട്ടിൽ പ്രണയമഴയിലൊരു വെൺകാവായി ചിറകു കുടയുമിരു പൊൻതൂവൽ പകലിലെരിയുമൊരു കനവിനു കാവലുമായി ഞാൻ തിരഞ്ഞതെന്റെ ജലതീർത്ഥം സൂര്യനാളമൊരു സ്വരമഴയുടെ തിരിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിലൊരു രാഗമാണ് ശിവശൈല ശൃംഗമുടി തേടി വന്ന പുരുഷാർത്ഥ സാരശിവ ഗംഗേ തുടിയിൽ പുണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി നടന മണ്ഡപം തുറന്നു ഗംഗേ 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 ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് വേണോ ഇനി ഒരു ആയുസ് മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന്റെ പലവർക്കും ഒരു രക്ഷയില്ലായിരുന്നു. ഗംഗ ഒഴുകി ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നു. രണ്ടു പേരും ഞാനൊരു ഫീമെയിൽ ഇത്രയും നേരം ശ്രുതി സസ്റ്റെയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നു. ദാസേട്ടൻ പാടി എവിടെയോ എങ്കയോ വെച്ചേക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ മധുപാടിയാണ് ഇത്രയും ഏറ്റവും കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് മധുപാടി കേട്ടെ. പക്ഷെ അത് ഒരു ഫീമെയിൽ നിങ്ങൾ പാടുക എന്ന് പറഞ്ഞാൽ അയ്യോ രേഷ്മ ആൻഡ് ശിവപ്രിയ താങ്ക് യു.
കലക്കി. ഈ ശിവരാത്രി നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു വലിയ ട്രീറ്റ് തന്നെയായിരുന്നു അല്ലേ? ഗംഭീരം. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. അത് സന്തോഷമായ രണ്ടുപേർക്കും. ഇതുപോലെ തന്നെ കോമ്പറ്റീഷൻ പാടണമെന്നാണ് പറയുന്നത് അതെ. കേട്ടോ. വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. വേറൊരു കോമ്പറ്റീഷൻ കാര്യം അല്ലെങ്കിൽ കൂടെ നിങ്ങൾ നോക്കിയോ, വിഷ്വല് ബാക്കില് പാടുമ്പോ മേളിന്ന് ഫ്ലവേഴ്സ് ഷവർ ചെയ്യുന്നു. ഫ്ലവേഴ്സ് ഉഷാറിങ്. തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടിയില്ലേ. പുഷ്പവൃഷ്ടി അത് നടന്നോണ്ടിരിക്കുന്നു. ബാക്കിലൊരു ലൈറ്റും ഗംഗയെ ഭയങ്കര രസം കണ്ടോണ്ടിരിക്കാൻ. അത് നമ്മൾ കണ്ട പുഷ്പവൃഷ്ടിയാണ്, അല്ലാതെയും പുഷ്പവൃഷ്ടി ഉണ്ടായിട്ടുണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടോ. ഓക്കെ.